കോട്ടോപ്പാടം പഞ്ചായത്തിൽ കാട്ടാനകളുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ആക്രമണത്തിൽ നിന്നും മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ണാർക്കാട് മേലാട്ടൂർ റോഡ് കോട്ടോപ്പാടം സെന്ററിൽ ഉപരോധിച്ചു. കോട്ടോപ്പാടം പഞ്ചായത്തിൽ കാട്ടാനയുടെയും മറ്റ് വന്യമൃഗങ്ങളുടെയും ആക്രമണത്തിൽ നിന്നും മനുഷ്യജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മണ്ണാർക്കാട് മേലാട്ടൂർ റോഡ് കോട്ടോപ്പാടം സെന്ററിൽ ഉപരോധിച്ചു. കോട്ടോപ്പാടം പഞ്ചായത്തിൽപ്പെട്ട തിരുവിഴാംകുന്ന് മേഖലയിൽ കാട്ടാനകളുടെയും വന്യമൃഗങ്ങളുടെയും ആക്രമണത്തിൽ പൊറുതിമുട്ടിയ മലയോര പ്രദേശത്തെ താമസക്കാരും കർഷകരുമാണ് റോഡ് ഉപരോധിച്ചത്. നിരവധി തവണകളായി അധികാരികളുടെ മുന്നിൽ പരാതികളുമായി ചെന്നിട്ടും യാതൊരു വിധത്തിലുള്ള പരിഹാരങ്ങളും നടക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പരിപാടികൾ അവർ ഒരുക്കിയത്. റോഡ് ഉപരോധത്തിന്റെ ഉദ്ഘാടന കർമ്മം CPIM ഏരിയ സെക്രട്ടറി M. ഉണ്ണി നിർവഹിച്ചു. റോഡ് ഉപരോധത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പ്രതിനിധികളും ഉപരോധത്തിൽ പങ്കെടുത്തു. ഉപരോധ സമരത്തിൽ വാഹന ഗതാഗതത്തിൽ കാര്യമായ തടസ്സങ്ങളൊന്നും തന്നെ സൃഷ്ടിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ല. ഹൈവേയിലേക്ക് മേലാറ്റൂർ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ഭീമനാട്ടിൽ നിന്നും തിരിഞ്ഞ് കോഴിക്കോട് പാലക്കാട് നാഷണൽ ഹൈവേയിൽ ഇറങ്ങുന്നത് കാരണം ഈ ഭാഗത്ത് കാര്യമായ ഗതാഗത തടസ്സം വരുത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുപോലെ തന്നെ മണ്ണാർക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കുമരമ്പത്തൂർ ചുങ്കത്തു നിന്നും തിരിച്ചുവിടുന്നത് കാരണം കാര്യമായ തടസ്സങ്ങളും അവിടെയും സൃഷ്ടിക്കുവാനും കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ സമരം തികച്ചും പരാജയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മണ്ണാർക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ ഹിദായത്തുള്ളയും SI ബിജു എബ്രഹാമും നാട്ടുകൾ SI മുരളീധരനും സ്ഥലത്ത് ക്യാമ്പടിച്ചിരുന്നു. ഇവരുടെ നേതൃത്വത്തിലുള്ള മുട്ടിക്കുളങ്ങര ക്യാമ്പിലെ പോലീസുകാരുൾപ്പെടെയുള്ള വൻ പോലീസ് സംഘവും പ്രദേശത്തെ നിലയുറപ്പിച്ചിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PV ഷൗക്കത്ത് അലി, ലീഗ് നേതാവ് ഹംസ, TS സിദ്ദിഖ്, മറ്റ് രാഷ്ട്രീയ നേതാക്കളും പരിപാടിയിൽ പങ്കെടുത്തു.